തെക്കേ അമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിലേക്ക് കിടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ വനമേഖലയാണ് ആമസോൺ. ഇന്നുവരെ ആധുനിക മനുഷ്യൻ കടന്നു ചെല്ലാത്ത പല പ്രദേശങ്ങളും അതുപോലെ തന്നെ സ്ഥിരീകരിക്കാൻ കഴിയാത്ത മിത്തുകളും ആമസോൺ വനത്തിലുണ്ട്. ഇതിലൊന്നായിരുന്നു പെറുവിലെ ആമസോൺ വനാന്തരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തിളയ്ക്കുന്ന നദി. നൂറ്റാണ്ടുകളായി പ്രദേശവാസികൾ പറയുന്ന പഴങ്കഥകളിലും പെറുവിലെ വനാന്തരങ്ങളിലൂടെ സ്വർണ്ണവേട്ടയ്ക്ക് പോയി ജീവനും കൊണ്ട് തിരിച്ചോടിയെത്തിയ സ്പാനിഷ് യാത്രികരുടെ കഥകളിലും ഈ നദിക്ക് സ്ഥാനമുണ്ട്. പക്ഷേ പെറുവിൽ ഇത്തരമൊരു തിളയ്ക്കുന്ന നദിക്കുള്ള സാധ്യത ഗവേഷകർ ഇന്നും തള്ളിക്കളയുകയാണ്. ഇതിന് കാരണവുമുണ്ട്. പ്രകൃതിയിൽ തിളക്കുന്ന തടാകങ്ങൾ ലോകത്ത് പലയിടങ്ങളിലായി കാണപ്പെടുന്നുണ്ട്. കരീബിയൻ ദ്വീപായ ഡൊമിനിക്കയിലുള്ള തിളയ്ക്കുന്ന തടാകം പോലുള്ള ഇവ പക്ഷേ എപ്പോഴും അഗ്നിപർവ്വതങ്ങളോട് ബന്ധപ്പെട്ടാണ് കാണപ്പെടുന്നത്. പെറുവിലെ ആമസോൺ മേഖലയിൽ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ അത്തരമൊരു തടാകത്തിനോ നദിക്കോ സാധ്യതയില്ലെന്നാണ് ഭൗമശാസ്ത്രജ്ഞർ വിലയിരുത്തിയതും. പക്ഷേ പെറുവിലെ തന്നെ ഭൗമശാസ്ത്രജ്ഞനായ ആൻഡ്രോസ് റൂസോ ശാസ്ത്രത്തിന് തെറ്റുപറ്റാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ നദിയെ അന്വേഷിച്ച് ഒരു യാത്ര നടത്തി. ജിയോ തെർമൽ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ശേഷമാണ് പെറുവിലെ പല ഭൗമശാസ്ത്രജ്ഞരോടും ഇത്തരമൊരു നദിയെക്കുറിച്ച് തിരക്കുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിൽ ഇത്തരമൊരു നദി നിലനിൽക്കാനുള്ള സാധ്യത തള്ളിക്കളയുകയാണ് ചെയ്തത്. നദി കണ്ടെത്തി എന്ന് പറയുന്ന വനമേഖലയുടെ പ്രദേശത്തുള്ള ഗ്രാമത്തിലാണ് റൂസോ ജനിച്ചത്. അതുകൊണ്ട് തന്നെ തിളയ്ക്കുന്ന നദിക്ക് പിന്നാലെയുള്ള യാത്ര അവസാനിപ്പിക്കാൻ കുട്ടിക്കാലം മുതൽ കേട്ടു വളർന്ന കഥകൾ റൂസോയെ അനുവദിച്ചില്ല. ഇതോടെയാണ് തന്റെ ഗ്രാമത്തിൽ തന്നെ അന്വേഷണം ആരംഭിക്കാൻ റൂസോ തീരുമാനിച്ചത്. ഇതിനായി തിരികെ ഗ്രാമത്തിലെത്തിയപ്പോഴാണ് റൂസോയുടെ അമ്മ ഇക്കാര്യം പറയുന്നത്. റൂസോയുടെ അമ്മയുടെ സഹോദരി ഈ നദിയിൽ നീന്തിയിട്ടുണ്ട് എന്ന്. ഇതോടെ സമയം കളയാതെ അമ്മയുടെ സഹോദരിയെയും കൂട്ടി റൂസോ നദി അന്വേഷിച്ച് യാത്ര തുടങ്ങി. വൈകാതെ തിളയ്ക്കുന്ന നദി കണ്ടെത്തുകയും ചെയ്തു. 2 ദിവസത്തെ യാത്രയ്ക്കൊടുവിലാണ് നദി കണ്ടെത്തിയതെങ്കിലും അതത്ര വെല്ലുവിളി നിറഞ്ഞ യാത്രയായിരുന്നുവെന്ന് റൂസോ പറയുന്നു. എന്നിട്ടും ഇത്തരമൊരു അപൂർവ പ്രതിഭാസമുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ പുറം ലോകത്തിനും ശാസ്ത്രത്തിനും ഇത്ര നാൾ എന്തുകൊണ്ട് കഴിഞ്ഞില്ലെന്നാണ് റൂസോ ചിന്തിക്കുന്നത്. ഒരു പക്ഷേ ഇത്തരം മിത്തുകളോടുള്ള ശാസ്ത്രത്തിന്റെ അന്ധമായ എതിർപ്പാകാം ഇതിന് കാരണമെന്നും റൂസോ കരുതുന്നു. നദി കണ്ടെത്തിയ ഉടനെ അതിന്റെ താപനില അളക്കുകയാണ് റൂസോ ചെയ്തത്. തിളയ്ക്കാനുള്ള ചൂടില്ലായിരുന്നുവെങ്കിലും തൊട്ടടുത്ത് 86 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് നദിക്കുണ്ടായിരുന്നു. അതേസമയം റൂസോയുടെ അമ്മയുടെ സഹോദരി നദിയിൽ നീന്തിയ കാര്യം കൂടി പരിഗണിച്ചാൽ നദിയിലെ ജലത്തിന്റെ താപനില കൂടിയും കുറഞ്ഞും കാണപ്പെടുന്നു എന്നതും വ്യക്തമായി. പ്രദേശവാസികളും സ്പാനിഷ് യാത്രികരും പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ നദി തിളച്ചുമറിയാനുള്ള സാധ്യതയുണ്ടെന്നും റൂസോ പറയുന്നു. 2014 റൂസോ ഈ നദി ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മറ്റ് ഹോട്ട് സ്പ്രിങ്ങുകളേക്കാൾ വ്യത്യസ്തമായിരുന്നു ഈ നദിയിലേത്. ഒന്ന്, മറ്റുള്ള സ്ഥലങ്ങളിലുള്ളതിനേക്കാൾ അസ്വാഭാവികമായ ചൂട്. രണ്ടാമതായി ഏതാണ്ട് 3 കിലോമീറ്ററോളം ദൂരം ഇത്തരത്തിലുള്ള കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഹിമാലയത്തിൽ ഉൾപ്പെടെ ഇത്തരം ഹോട്ട് സ്പ്രിങ്ങുകൾ ഉണ്ടെങ്കിലും ഇതെല്ലാം ഏതാനും മീറ്റർ ദൂരത്തേക്ക് മാത്രം നദിയെ ചൂട് പിടിപ്പിക്കുന്നവയാണ്. പെറുവിയൻ ആമസോണിന്റെ ഇടതൂർന്ന കാടിനുള്ളിലാണ് ഈ നദി ഒഴുകുന്നത്. 200 ഡിഗ്രി ഫാരൻഹീറ്റിൽ വരെ നദിയുടെ ജലം ചൂടാവാറുണ്ടത്രേ. ആനക്കൊമ്പ് നിറത്തിലുള്ള വലിയ കല്ലുകൾ നിറഞ്ഞ ഈ നദി 60 അടി വരെ പൊക്കമുള്ള വലിയ മരങ്ങളും സസ്യങ്ങളും തീർത്തിരിക്കുന്ന സംരക്ഷണത്തിലാണ്. നദി പവിത്രമാണെന്നും ചൂടുവെള്ളത്തിന് രോഗശാന്തിക്കുള്ള ശക്തിയുണ്ടെന്നും പ്രദേശത്തുള്ളവർ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഷാമന്മാർ എന്ന പ്രധാന ഗോത്രവർഗ്ഗക്കാർക്ക് ഇന്നും നദിയിലെ ജലം ഇവർക്ക് ഔഷധമാണ്. ഈ ജലം മരുന്നുകളിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇവരുടെ പാരമ്പര്യം അനുസരിച്ച് അതിശയകരമായ ആത്മീയ ശക്തിയുള്ള സ്ഥലമാണ് ഈ തിളക്കുന്ന നദി. 2013 മുതൽ 2017 വരെ ഈ അസാധാരണ താപനിലയുടെ കാരണം കണ്ടെത്താൻ റൂസോ നദിയിൽ പഠനങ്ങൾ നടത്തി. ഒടുവിൽ നാഷണൽ ജിയോഗ്രഫിയിലെ ഗവേഷകരുടെ കൂടി സഹായത്തോടെ നടത്തിയ പഠനത്തിൽ തിളക്കുന്ന നദിയുടെ പിന്നിലെ രഹസ്യം റൂസോ കണ്ടെത്തി. ഭൂമിക്കടിയിൽ നിന്നെത്തുന്ന താപവാദം തന്നെയാണ് നദിയെ ചൂട് പിടിപ്പിക്കുന്നതെന്നാണ് റൂസോ തിരിച്ചറിഞ്ഞത്. പക്ഷേ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം 100 കണക്കിന് വിള്ളലുകളുണ്ട്. ഈ വിള്ളലുകളിലൂടെയാണ് താപവാദം പുറത്തേക്ക് പ്രവഹിക്കുന്നത്. വിള്ളലുകളുടെ എണ്ണത്തിലുള്ള കൂടുതലാണ് നദിയുടെ താപനില മറ്റ് ഹോട്ട് സ്പ്രിങ്ങുകളേക്കാൾ ഉയർന്നതാകാൻ കാരണവും. ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഹൈഡ്രോ തെർമൽ പ്രതിഭാസങ്ങളിൽ സമാനതകളില്ലാത്തതാണ് പെറുവിലെ ഈ തിളയ്ക്കുന്ന തടാകം. പക്ഷേ തടാകത്തിന്റെ രഹസ്യം കണ്ടെത്തിയത് കൊണ്ട് മാത്രം റൂസോയുടെ തിളയ്ക്കുന്ന നദിയിലെ ഗവേഷണം അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഈ പ്രത്യേക താപനിലയിൽ നദിയിൽ ജീവിക്കുന്ന ചെറു ജീവികളെക്കുറിച്ചുള്ള പഠനത്തിലാണ് റൂസോ. ഇതിനകം തന്നെ ഏതാനും പുതിയ ജീവികളെയും റൂസോയും ഗവേഷകരായ സ്പെൻസറും ജോനാത്തനും ചേർന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരാം. നന്ദി.